ചുണ്ടിന് മുകളിലും കഴുത്തിലുമെല്ലാം വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. പേടിയും വിറയിലും ഒരുമിച്ചൊരവസ്ഥ. ഇരുകൈകളും കോർത്ത് പിടിച്ച് ടെൻഷനോടെ നിലത്തേക്ക് നോക്കിയിരുന്നു. എന്താ പേര്? മുഖമുയർത്തിയതും മിഴികൾ പിരിച്ചു വെച്ച മീശയിലാണ് ആദ്യം പതിഞ്ഞത്. പേരെന്താന്ന്? വരലക്ഷ്മി. എവിടെയാ വീട്? അല്ല, വീടൊക്കെ. എന്താ വീടില്ലേ? ഉണ്ട്. അതെവിടെയാന്നാ ഞാൻ ചോദിച്ചത്. ദേവികുളങ്ങര ക്ഷേത്രത്തിനടുത്തായിട്ടാ. നിനക്ക് എത്ര വയസ്സായി? 21. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഏയ് ഇല്ല. കള്ളം പറയരുത്. അയ്യോ, സത്യമായിട്ടുമില്ല. ഞാൻ ഗേൾസ് സ്കൂളിലാണ് കൊച്ചിയിലെ മുതൽ പഠിച്ച്. അതുകൊണ്ട് അപരിചിതരായിട്ടുള്ള ആമ്പിള്ളേരായിട്ട് എങ്ങനെയാ സംസാരിക്കേണ്ടത് പോലും എനിക്കറിയില്ല. അപ്പൊ നീ പഠിക്കുന്ന കോളേജിൽ ബോയ്സ് ഇല്ലേ? ഞാൻ വുമൻസ് കോളേജിലാണ് പഠിക്കുന്നത്. വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടോ നിനക്ക്? ഉണ്ട്. ഉറപ്പിക്കാറായോ? ഇല്ല, ജാതകം ചേരാത്തോണ്ടൊന്നും ശരിയാവുന്നില്ല. ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു സാറ് ഗൗരവത്തിൽ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാനൊരു പ്രേതഗുഹയിൽ നിന്ന് ഇറങ്ങിയ കണക്കെ ശ്വാസം വലിച്ചു വിട്ട് അവിടുന്ന് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി പേർ പരിശോധനക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചങ്ക അഞ്ജുവിനെയും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ കോളേജിലേക്ക് വിട്ടു. എന്തിനാടി ACP സാർ നിന്നെ വിളിപ്പിച്ചേ? എൻ്റെ പേര് ഊരൊക്കെ അറിയാം. നീ കളിക്കാതെ കാര്യം പറ. ഈ സത്യം ഞാൻ പറഞ്ഞേ. എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ പേര്, വീട്, വയസ്സ് എന്തിനേറെ പറയുന്നു. ബോയ് ഫ്രണ്ട് ഉണ്ടോ, കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിട്ടു തന്നെ. ഇനി ചിലപ്പോൾ നീയായിരിക്കും മോഷ്ടിച്ചെന്ന് സാറിന് സംശയം കാണും. അതായിരിക്കും നിന്റെ അഡ്രസ്സ് ചോദിച്ച്. അപ്പോൾ ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചോ? അത് ചിലപ്പോൾ പേഴ്സ് മോഷ്ടിച്ച് നിന്റെ മറ്റവനാണെന്ന് വിചാരിച്ച് കാണും. ഓടി പട്ടി, നിന്നോട് പറഞ്ഞ എന്നെ വേണം തല്ല. ചേടാ, എനിക്കൊരു സത്യം പറയാനും പറ്റില്ലേ? ദേ, ഇനി നീ നിന്റെ പരട്ട വാതുറന്നറിയണ്ടല്ലോ. അതോടെ അവൾ പിണങ്ങി മുഖം തിരിച്ചിരുന്നു. എന്നാലും അയാളെന്തിനാ എന്നെ മാത്രം വിളിച്ച്? ഏത് സമയത്താണ് എനിക്ക് ആ ബസ്സിൽ കയറാൻ തോന്നിയത്? അതെങ്ങനെയാ? രാവിലെ തന്നെ എൻ്റെ സ്കൂട്ടി എനിക്ക് പണിയൊന്നില്ലേ? അച്ഛൻ പറഞ്ഞ കൊണ്ടുവിടാന്ന്. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് അഞ്ജുവിൻ്റെ കൂടെ ഇന്നൊരു ദിവസങ്ങളും ബസ്സിന് പോകാമെന്ന് വെച്ചു. ബസ്സിൽ നിന്ന് പുറത്തേക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ പേഴ്സ് പോയെന്ന് പറഞ്ഞ് ബഹളം വെച്ച്. ലാസ്റ്റ് കള്ളനെ കണ്ടുപിടിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പുതിയ ACP 2 ദിവസം മുമ്പ് ചാർജ് എടുത്തിട്ടുണ്ടെന്നും ആൾക്കിത്തിരി റൗഡിത്തരമുണ്ടെന്നും സീനിയർ ഓഫീസറെ കയറി തള്ളിയതിന് ഇങ്ങോട്ടുള്ള അയാളുടെ 4ാമത്തെ ട്രാൻസ്ഫർ കൂടിയാണെന്ന് ഞങ്ങൾക്ക് അടുത്തുനിന്നവർ പറഞ്ഞോടെ അത് കേട്ട് അവിടെ കൂടി നിന്നിരുന്ന പലരിലും ചെറുതായി പേടി പൊട്ടിമുളച്ചിരുന്നു. ACP സാർ വരുന്നതിന് മുമ്പ് തന്നെ ബസ്സിലുണ്ടായിരുന്നവർ ഓരോരുത്തരെയായി പരിശോധന നടത്താൻ തുടങ്ങി. അതിനിടയിലാണ് ACP സാർ വന്നത്. ഒരു ഇരുനിറ ചെറുപ്പക്കാരൻ, പിരിച്ചുവെച്ച മീശയും മുരുക്കുപോടിയും കയ്യിലെ ഞരമ്പുകളൊക്കെ കണ്ടതോടെ എനിക്ക് പേടിയായി. എനിക്ക് മാത്രമല്ല, അവിടെ നിന്നവരെല്ലാം ഭയത്തോടെയാണ് സാറിനെ നോക്കിയത്. സാറിനോടൊരു കോൺസ്റ്റബിൾ കാര്യമെല്ലാം പറഞ്ഞു. സാറ് നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് ഞങ്ങളെല്ലാം ഒന്ന് ഗൗരവത്തിൽ നോക്കി നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അയാൾ എന്തോ കണ്ടുകിട്ടിയതുപോലെ നിന്ന്. അയാളുടെ നോട്ടം ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കായിരുന്നു. എന്നെ ചൂണ്ടി വരാൻ പറഞ്ഞ് അയാൾ ഓഫീസ് റൂമിലേക്ക് കയറി. ഞാനാദ്യം ഞെട്ടി അഞ്ജുവിനെ നോക്കിയപ്പോൾ അവളും ഞെട്ടി നിൽക്കുകയാണ്. അവൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും. കാരണം അപ്പോൾ എല്ലാവരുടെയും നോട്ടം എൻ്റെ നേരെയായിരുന്നു. ഒരു ലേഡി കോൺസ്റ്റബിൾ വന്ന്, സാർ വിളിച്ച് കേട്ടില്ലേ, പോകാൻ പറഞ്ഞ്. ദേഷ്യപ്പെട്ടത് ഞാൻ പേടിച്ചാണ് ഓഫീസ് റൂമിലേക്ക് കയറിയത്. മോഷണം നടന്നതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും വിളിപ്പിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എൻ്റെ ചിന്തയെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? വാ പോവാ, കോളേജ് എത്തി. പോലീസ് സ്റ്റേഷനിൽ നടന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതിനാൽ കോളേജ് എത്തിയൊന്നും അറിഞ്ഞില്ല. മിസ്സിനോട് കാര്യമെല്ലാം പറഞ്ഞതിനാൽ അവർ ഞങ്ങളെ ക്ലാസ്സിൽ കയറ്റി. പിന്നീടുള്ള ഓരോ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പുതിയ ACP സിദ്ധാർത്ഥ് അഗ്നിഹോത്രയെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിലും TV-യിലും നിറഞ്ഞു തുളുമ്പി. സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണത്തിന് കാരണമായ പലരെയും അദ്ദേഹം നടുറോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുന്നത് ഇപ്പോൾ പട്ടാപ്പകൽ ദൃശ്യമാണ്. പേരിൽ തന്നെ ആൾ പുലിയാണെന്നറിയാം. നാട്ടുകാർക്കെല്ലാം അദ്ദേഹം ഒരു അഭിമാനമായിരുന്നു. പെൺകുട്ടികളെല്ലാം അദ്ദേഹത്തിൻ്റെ ആരാധികമാരായി. ചെറുതായിട്ടാണെങ്കിലും എന്നിലും ഒരു ഇഷ്ടം പൂവിട്ടു. കുഞ്ഞി അവിടെ എന്തെടുക്കുക? ഒരുങ്ങി കഴിഞ്ഞോ? ആ കഴിഞ്ഞമ്മേ. ഇന്നെൻ്റെ പെണ്ണുകാണല്ല കേട്ടോ. ബ്രോക്കർ ചേട്ടൻ എന്നത്തെയും പോലെ ഒരു ആലോചന കൊണ്ടുവന്നു. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ പെണ്ണുകാണല്ല. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെയും. കഴിഞ്ഞ 2 ആലോചനയ്ക്ക് ഇരുവീട്ടുകാർക്കും ഇഷ്ടമായെങ്കിലും ജാതകം അവിടെ കയറി വില്ലൻ കളിച്ചു. അതുകൊണ്ട് അത് രണ്ടും മുടങ്ങി. അതിനുശേഷം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു, ജാതകം 2 നോക്കിയിട്ട് ശരിയാവണമെങ്കിൽ മാത്രം ഇനി ഞാൻ കെട്ടിയൊരുങ്ങുള്ളൂ എന്ന്. അങ്ങനെ ഇപ്പോൾ വന്ന ആലോചനയ്ക്ക് 10ൽ 9 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞൂടെ. ഇപ്പോൾ പെണ്ണുകാണൽ വരെ എത്തി. ആളുടെ പേരും ജോലിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാം അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അപ്പോഴും അറിയാതൊരു വിങ്ങലായി സിദ്ധാർത്ഥ് സാറിനെ മനസ്സിലെവിടെയോ ഞാൻ താഴെയിട്ട് പൂട്ടി. മോളെ, ദേ അവരെത്തി, നീ അടുക്കളയിലേക്ക് വാ. താല്പര്യമില്ലെങ്കിലും അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഒരു പുഞ്ചിരി അണഞ്ഞു.
മുഖത്ത് നോക്കാതെ വന്ന ആളുകൾക്ക് ചായ നൽകി. അമ്മയ്ക്ക് പുറകിൽ നിന്ന് ആരെയും നോക്കാതെ താഴേക്ക് നോക്കി നിന്നു. ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. ഇപ്പൊ ചെറുക്കനും ചെറുക്കൻ്റെ അമ്മാവനും കൂടി ആ പെണ്ണ് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ചെറുക്കനും പെണ്ണിനെ സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം എന്ന ബ്രോക്കറുടെ പറച്ചിൽ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. എന്നെ പിന്തുടർന്ന അയാൾ നോക്കാമെന്ന് ഞാൻ മെനക്കെട്ടില്ല. റൂമിൽ കയറിയതും ചെറിയൊരു ടെൻഷൻ എന്നെ വന്ന് പൊതിയുന്ന പോലെ. തിരിഞ്ഞ അയാളെ നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അതല്ലാതെ എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ല. നിനക്ക് സംസാരിക്കേണ്ടെന്ന് വെച്ച് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോവും. ആ ഗാംഭീര്യമാർന്ന ശബ്ദം എവിടെയോ കേട്ട പോലെ തോന്നിയതുകൊണ്ട് ആളെ തിരിഞ്ഞു നോക്കിയതും എൻ്റെ തലക്ക് ചുറ്റും കിളികൾ വട്ടത്തിൽ കറങ്ങി എങ്ങോട്ടോ പറന്നുപോയി. സിദ്ധാർത്ഥ സാർ, ഈ സാറിൻ്റെ എന്താണ് ഈ ഉണ്ടക്കണേ മെഴിച്ചു നിൽക്കുന്നത്? കൈക്കൊക്കെ ഒരു വിറയൽ പടന്ന പോലെ തോന്നി. അല്ല സാറെന്താ ഇവിടെ? അത് ഞാനിവിടെ വന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, അപ്പൊ സിദ്ധാർത്ഥ സാറാണ് എന്നെ പെണ്ണാണാൻ വന്നിരിക്കുന്നത്. അതാലോചിച്ച് നിൽക്കുന്നതിനിടയിൽ എൻ്റെ തലക്കിട്ടൊരു കൊട്ട് കിട്ടി. ആലോചിച്ച് കഴിഞ്ഞെങ്കിലേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ സാർ? നിനക്കെന്നെ ഇഷ്ടമായോ? ആ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സാറിനോടൊരു ഇഷ്ടമുണ്ട്, എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയും. അത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും. ഞാൻ നിന്റെ കാര്യം ചോദിച്ചത്. സർ, ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. എല്ലാം നിർത്തടി പുല്ലേ. നിനക്ക് ഇഷ്ടമാണോ അല്ലയോ? ചോദിച്ചിന് ഉത്തരം പറയടി. ഇഷ്ടോ? പിന്നെ എന്നെ ഇനി സാറെന്ന് വിളിക്കണ്ട. എന്നാ ശരി, ഇനി കല്യാണത്തിന് കാണാം. ഒരുമാതിരി പോലീസ് സ്റ്റേഷനിൽ കുറ്റവാളികളോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ. ഇങ്ങനെ ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ സഹിക്കണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയും സന്തോഷവും കൂടി കലരുന്നുണ്ട്. ആഗ്രഹിച്ച് കയ്യിൽ കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ നാണത്താൽ ഞാൻ മുഖം പൊത്തി. നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന താലിയിൽ എത്ര നോക്കിയിട്ടും മതിവരാത്ത പോലെ തലചരിച്ചെൻ്റെ സിദ്ധുവേട്ടനെ നോക്കി. ഇപ്പോഴും ആ മുഖത്ത് ഗൗരവമാണ്. പെണ്ണ് കാണൽ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ കല്യാണത്തിന് ഡേറ്റും എടുത്തു. പെട്ടെന്നുള്ള കല്യാണമായതിനാൽ സിദ്ധുവേട്ടനെ വിളിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. ACP സിദ്ധാർത്ഥ അഗ്നിഹോത്രിയുടെ പെണ്ണാണെന്ന് മാരേജ് ഇൻവിറ്റേഷൻ കാർഡ് കണ്ടതും കോളേജ് മുഴുവൻ അറിഞ്ഞു. തന്നെ അസൂയയോടെ നോക്കുന്നവളുമാരൊരു പുഞ്ചിരിയോടെ നേരിട്ടു. 5 ദിവസം സിദ്ധുവേട്ടൻ്റെ പേര് പറഞ്ഞ് കളിയാക്കാത്ത ഒരു ദിവസം പോലുമില്ല. ഇറങ്ങ്. മൂന്നാറിലെ ഒരു റിസോർട്ടിലേക്കായിരുന്നു വന്നത്. ഉച്ചയ്ക്ക് തന്നെ അവിടെ തിരിച്ചു. അച്ഛനോടും അമ്മയോടും വിട പറഞ്ഞ് സങ്കടങ്ങളെല്ലാം കണ്ണുനീരിലൊഴുക്കി സിദ്ധുവേട്ടൻ്റെ കൂടെ യാത്രയായി. തണുപ്പിൽ കൈകൾ കൂട്ടിത്തിരുമ്മി ചുറ്റുമെൻ്റെ മിഴികൾ നിലാവെളിച്ചത്തിൽ ചലിച്ചു തുടങ്ങി. ഒരു പുതപ്പ് പിറകിലൂടെ പുതപ്പിച്ച് തന്നതിനാൽ തണുപ്പിന് ശമനം വന്നു. മുറിയിലേക്കായിരുന്നു എല്ലാം ഒന്ന് കണ്ണോടിച്ചു. എന്നോട് ഫ്രഷാവാൻ പറയുമ്പോഴും ആ മുഖത്ത് ഗൗരവം തന്നെ. ഇനി ഇഷ്ടമില്ലാതെയാണ് എന്നെ വിവാഹം ചെയ്തത്. ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടുകയാണ്. എന്നാൽ അത് തുറന്ന് ചോദിക്കാൻ മടി കാണിക്കുന്നു. ഫ്രഷായി ഇറങ്ങി സിദ്ധുവിന് വേണ്ടി എൻ്റെ കണ്ണുകൾ നാലുപാടും തിരഞ്ഞു. ബാൽക്കണിയിലെ ഒരു ചെയറിൽ ചാഞ്ഞിരുന്ന് സിഗരറ്റ് വലിക്കുന്ന അദ്ദേഹത്തെ അസ്വസ്ഥതയോടെ ഞാൻ നോക്കി നിന്നു. ഇങ്ങനൊരു ദുശ്ശീലുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അത് ഞാൻ ചോദിച്ചിട്ട് വേണ്ടേ? സംസാരിക്കാനും താല്പര്യമില്ലാത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ. ബെഡിലേക്ക് കണ്ണടച്ചിടുന്ന് 2 നിമിഷം കഴിഞ്ഞതും വിളിയും വന്നു. ഫുഡ് കഴിക്കണ്ടേ? മറുപടി പറഞ്ഞില്ല. കേൾക്കാത്ത പോലെ കിടന്നു. ഫുഡ് വേണ്ടത് നിനക്ക്? നിന്നോടാണ് ചോദിച്ചത്. ഞാൻ മൗനത്തിൽ തന്നെ ഉറച്ചു നിന്നു. കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചതും അടക്കി വെച്ച കണ്ണീരൊരു പുഴ പോലെ ഒഴുകിയിറങ്ങി. അദ്ദേഹത്തിൻ്റെ കൈ തട്ടി മാറ്റി മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരുന്നു. ഏങ്ങളടികൾ ഉയർന്നു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ വിവാഹം ചെയ്ത്? കരയുന്നതിനിടയിലും പിന്നെന്തൊക്കെ ഞാൻ പിറുപിറുത്തു. കഴിഞ്ഞെങ്കിൽ ആ കണ്ണീർ പുഴയുടെ ഡാം അടച്ചേക്ക്. ശാന്തമായതും കളിയാക്കിയതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എൻ്റെ ഏങ്ങളടികൾ പതിയെ നിന്നു. കൈകൾ മാറ്റി അദ്ദേഹത്തെ മിഴിച്ചു നോക്കി. എനിക്കരികിൽ നിന്ന് എന്നെ തന്നെ ചിരിയോടെ ഉറ്റുനോക്കുകയാണ്. ആദ്യമായിട്ടാണ് ആ മുഖത്തെ ഭാവം ഞാൻ ശ്രദ്ധിക്കുന്നത്. ലച്ചു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പ്രതീക്ഷിക്കാതെയുള്ള അങ്ങനെ ഒരു വിളി. പെയ്തിറങ്ങിയ കണ്ണുനീരിനെ ഇല്ലാതാക്കാൻ ലച്ചു എന്ന അദ്ദേഹത്തിൻ്റെ വിളിക്ക് കഴിഞ്ഞു. ഇഷ്ടമായതുകൊണ്ട് തന്നെ അടിപ്പൂലേ 3 വർഷം ഈ നെഞ്ചിൽ കൊണ്ടുനടന്നേ. നിന്നെ തേടി പിടിച്ച് ജാത്തിൽ വരെ തിരിമറി കാണിച്ച് ഞാൻ സ്വന്തമാക്കിയത്. ആ വാക്കുകൾ കേട്ട് 1000 സംശയങ്ങൾ പടർന്ന് പന്തലിച്ചിരുന്നു. 3 വർഷം? സംശയത്തോടെ ചോദിച്ചു. 3 വർഷം മുമ്പ്, അതായത് നീ +2 പഠിക്കുന്ന കാലം. ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഇടുക്കിയിൽ ചുറ്റിക്കറങ്ങുമ്പോഴാണ് നിന്റെ സ്കൂളിലെ ടൂറിന് നീ ഇടുക്കിയിലെ വാഗമണിൽ വന്നത്. നിന്നെ ആദ്യമായിട്ട് കണ്ട മാത്രമേ തന്നെ നിന്നിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പൈൻ മരങ്ങൾക്കിടയിലൂടെ ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറ നടക്കുന്ന നിന്നെ വിട്ടുകളയാൻ തോന്നിയില്ല. അതിനിടയിൽ അച്ഛൻ്റെ അമ്മയുടെ വേർപാട് എന്നെ കുത്തി നോവിക്കുന്ന പോലെ തോന്നി. നിന്നെ മറവിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല.
ഊരും പേരും അറിയാത്ത നിന്നെ ഇങ്ങനെ മനസ്സിലിട്ട് നടക്കുമ്പോഴാണ് 4ാമത്തെ ട്രാൻസ്ഫറും കിട്ടി അവിടെ എത്തിയത്. അപ്പോഴാ നിന്നെ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കാണാനിടയായത്. അതാ നിന്റെ കൈ കിട്ടിയവിടെ ഞാനെല്ലാം ചോദിച്ചറിഞ്ഞു. പിന്നെ ബ്രോക്കർക്കും ജോത്സ്യനും കുറച്ച് കാശ് കൊടുത്തെല്ലാം സെറ്റാക്കിയതുകൊണ്ട് നീ ഇപ്പം എൻ്റെ താലിയണി അവിടെ നിൽക്കുന്നു. പിന്നെ നിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും നിന്റെ കൈ പിടിച്ച് ഒത്തിരി യാത്രകൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. മുകളിലുള്ളവരുടെ കയ്യിൽ നിന്ന് ഇല്ലാത്ത ലീവ് ഒപ്പിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ഇനി എന്തെങ്കിലും നിനക്ക് അറിയാനുണ്ടോ? ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നേക്കാൾ മുമ്പേ ഇപ്പോഴും എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സിദ്ധുവേട്ടൻ. എൻ്റെ പ്രണയമൊന്നും സിദ്ധുവേട്ടൻ്റെ അരികിൽ പോലും നിലനിൽക്കില്ല. എന്നാൽ വീണ്ടും ഒരു സംശയം എന്നിൽ കുടിയുണ്ട്. അപ്പോൾ ചോദിക്കാൻ തുനിഞ്ഞതും സിദ്ധുവേട്ടൻ്റെ അത്തരങ്ങൾ എൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ മിഴിഞ്ഞു വന്ന കണ്ണുകളിൽ ആദ്യം ഞെട്ടലുളവാക്കിയെങ്കിലും ഞാനും പതിയെ ആ ചുംബന ചൂട് ആസ്വദിക്കാൻ തുടങ്ങി. ആവേശത്തോടെയുള്ള ചുംബനത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ശ്വാസം പ്രശ്നമായതിനാൽ ഞാൻ സിദ്ധുവേട്ടനെ അകറ്റി ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഉയർന്ന കിതപ്പിന് ശമനം വരാൻ കാത്തുനിന്നു. നീ ചോദിക്കാൻ വന്നെന്നാണെന്ന് എനിക്കറിയാം. സ്നേഹം ഉണ്ടായിട്ട് ഞാനെന്താ ഇത്ര ഗൗരവം കാണിച്ചെന്നല്ലേ? മറുപടി ഒരു മുകളിൽ ഒതുക്കി സിദ്ധുവേട്ടൻ പറയാൻ പോകുന്നതിനായി ചെവി കൂർപ്പിച്ചു. നിന്നെ ഒന്ന് വട്ടുകളിപ്പിക്കണം തോന്നി. അതാ ഗൗരവത്തിൽ നിന്നെ പേടിപ്പിച്ച് വെറുപ്പിച്ച്. ആ പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത പോലെ കുറുമ്പോട് ആ നെഞ്ചിലൊരു പിച്ചു കൊടുത്തു. എനിക്ക് നല്ല വിശപ്പും ദാഹവും. എന്നാ വാ പോയി കഴിക്കാം. നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി ചോദിച്ചതും ആ മുഖത്ത് പ്രണയത്തിൽ അലിഞ്ഞു ചേർന്ന ഭാവം എൻ്റെ ഹൃദയമിടുപ്പിലെ ക്രമം തെറ്റിച്ചിരുന്നു. ഈ വിശപ്പ് നിന്നെ കൊണ്ടേ മാറ്റാൻ പറ്റൂ പെണ്ണേ. ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച കൈകളുടെ ദിശ മാറുന്നതറിഞ്ഞതും സിധുവേട്ടനെ ഒരു ചിരിയോടെ തള്ളി മാറ്റി. പോടാ കള്ള പോലീസേ. സിദ്ധുവേട്ട ചെവിയിൽ നല്ല ശക്തിയിൽ പിടുത്തമിട്ടുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ. അയ്യോ സിദ്ധുവേട്ട സോറി, ഞാൻ ഇനി അങ്ങനെ വിളിക്കില്ല. എൻ്റെ ചെവിന്ന് വീട്ട്. അല്ല ഇതുവരെ ഇല്ലാതിരുന്ന നീ ധൈര്യം ഇപ്പം എവിടുന്ന് വന്നടി? അതോ അതിൻ്റെ കാരണം ഞാനേ ഇപ്പോഴൊരു പോലീസുകാരൻ്റെ പെണ്ണ. വിരൽ കടിച്ച് കണ്ണിറുക്കി പറഞ്ഞ സിദ്ധുവേട്ടനെ ഒരു പൊട്ടിച്ചിരിയോടെ എന്നെ വലിച്ചതും നാണത്തോടെ ഞാൻ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അപ്പോഴും കാതുകളിൽ സിദ്ധുവേട്ടൻ്റെ പ്രണയം നിറഞ്ഞ വാക്കുകൾ മുഴങ്ങി. സ്നേഹിക്കാൻ നീയുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ജീവൻ പകരാൻ ഞാനുണ്ടാവും എന്നും നിന്റെ കൂടെ.